എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹിയർ ദ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ദുഅൽ മക്കാൻ്റെയും ഷേർഖാൻ്റെയും കഥ തുടരുന്നു. മക്കാനെ കഴുതപ്പുറത്ത് കയറ്റി അവർ നടന്നു. അങ്ങനെ അവർ ഒരു വൈകുന്നേരമാണ് ഡമാസ്കസിലെത്തിയത്. ഭാര്യയെയും കുമാരനെയും സത്രത്തിലാക്കിയിട്ട് ഗൃഹസ്ഥൻ ആഹാരം വാങ്ങാൻ പോയി. അവർ 5 ദിവസം ആ സത്രത്തിൽ തങ്ങി. ഇതിനിടയിൽ ശക്തിയായ ജ്വരം ബാധിച്ച് ആ നല്ല സ്ത്രീ മരിച്ചുപോയി. മക്കാന് ആ അമ്മയുടെ വേർപാടിൽ അളവറ്റ ദുഃഖം തോന്നി. അവൻ തൻ്റെ രക്ഷിതാവിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. വ്യസനിക്കരുത് പിതാവേ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും ആ വഴി തരണം ചെയ്യേണ്ടവരാണ്. മക്കാനും ആ നല്ല മനുഷ്യനും കൂടി നഗരം കാണാൻ പുറപ്പെട്ടു. ഡമാസ്കസിലെ വീഥികളും ചന്തകളും കടന്ന് അവർ നഗരത്തിലെ വാലിയുടെ വിശാലമായ കുതിരലായത്തിൽ എത്തിച്ചേർന്നു. അവിടെ അനേകം കഴുതകളും കുതിരകളും ഒട്ടകങ്ങളും നിരന്നു നിന്നിരുന്നു. നിരവധി പേർ അവയുടെ പുറത്ത് പല സാമഗ്രികളും കെട്ടിയൊതുക്കുന്ന തിരക്കിലായിരുന്നു. ഇതെല്ലാം ആരുടേതാണ്? ദുഅൽ മക്കാൻ ഒരാളോട് ചോദിച്ചു. ഇവിടുത്തെ വാലി രാജാവായ ഉമർ അൽ നുഅ്മാന് വർഷം തോറും കൊടുത്തയക്കാറുള്ള കാഴ്ചദ്രവ്യങ്ങളാണ് ഇതെല്ലാം. പിതാവിൻ്റെ നാമം ശ്രമിച്ച ഉടനെ അവൻ്റെ കണ്ണ് നിറഞ്ഞു. ദുഅൽ മക്കാൻ കരയുന്നത് കണ്ടപ്പോൾ സ്നാനമന്ദിരത്തിലെ ആ ജോലിക്കാരൻ പറഞ്ഞു, കരയരുത് മകനെ, വല്ല വിധേനയും ഞങ്ങൾ ഈ നിലയിൽ നിന്നെ എത്തിച്ചു. കരഞ്ഞാൽ ഇനിയും രോഗം ബാധിക്കും. പക്ഷേ മക്കാന് പിതാവിനെയും സഹോദരിയെയും ഓർത്ത് ദുഃഖിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. നീ ഇപ്പോഴും നിന്റെ രാജ്യത്തെയും ആളുകളെയും കുറിച്ചുള്ള ആലോചനയിലാണല്ലേ? തീർച്ചയായും എനിക്കെൻ്റെ ബാഗ്ദാദിലേക്ക് മടങ്ങണം. ഞാൻ ഈ യാത്രാസംഘത്തോടൊപ്പം പോകുന്നു. ഞാനും നിന്റെ കൂടെ വരും. നിന്നെ രക്ഷിക്കേണ്ട കടമ എനിക്കുണ്ട്. എൻ്റെ കടമ അവസാനിപ്പിക്കാതെ ഞാൻ മടങ്ങില്ല. ദുഅൽ മക്കാനും രക്ഷിതാവും കൂടി ആ സംഘത്തോടൊപ്പം ബാഗ്ദാദിലേക്ക് യാത്രയായി. ഇനി നമുക്ക് ദുഅൽ മക്കാൻ്റെ സഹോദരി നുഷ്കത്തിൻ്റെ അരികിലേക്ക് മടങ്ങാം. അവൾ സത്രത്തിൽ നിന്നും പുറപ്പെട്ട് ജോലി അന്വേഷിച്ച് കുറച്ചു ദൂരം നടന്നു. സഹോദരൻ്റെ സ്ഥിതി ഓർത്ത് വ്യാകുലതയോടെ ചുറ്റി നടന്നിരുന്ന അവൾ ഒരു കള്ളപ്രമാണിയുടെ കണ്ണിൽപ്പെട്ടു. കീറത്തുണികളുടെ ഇടയിൽ കൂടി എത്തി നോക്കുന്ന അവളുടെ ശരീരകാന്തി അയാളെ ആകർഷിച്ചു. കള്ളൻ അവളെ പിന്തുടർന്നു. ഒരൊഴിഞ്ഞ തെരുവിലെത്തിയപ്പോൾ അവളെ തടഞ്ഞു നിർത്തി ചോദിച്ചു, നീ ഏതാ? എവിടെ നിന്നും വരുന്നു? അരുത്, എന്നോടങ്ങനെ ചോദിക്കല്ലേ. എന്നെ ദുഃഖിപ്പിക്കരുത്, നുഷ്അത്ത് പറഞ്ഞു. എനിക്ക് 6 പുത്രിമാരുണ്ടായിരുന്നു. ഇപ്പോൾ ഒരാളേയുള്ളൂ. അവൾക്ക് ഒരു ചങ്ങാതിയെ അന്വേഷിച്ച് പുറപ്പെട്ടതാണ് ഞാൻ. നിനക്ക് സമ്മതമാണെങ്കിൽ എൻ്റെ വീട്ടിലെ ഒരംഗമാകാം. എൻ്റെ കുഞ്ഞിന് ഒരാശ്വാസമാകട്ടെ. ഞാൻ അന്യദേശക്കാരിയാണ്. എൻ്റെ സഹോദരൻ രോഗം പിടിച്ച് കിടക്കുന്നു. നിത്യവും വൈകുന്നേരം എന്നെ വിട്ടയക്കാമെങ്കിൽ ഞാൻ നിങ്ങളുടെ ജോലി ഏറ്റെടുക്കാം. പാവം നുഷ്അത്ത് കബളിപ്പിക്കപ്പെട്ടു. അവൻ ഒരു ശുദ്ധ തെമ്മാടിയായിരുന്നു. കള്ളന് വീടോ കുട്ടികളോ ഉണ്ടായിരുന്നില്ല. നുഷ്അത്തിനെ ഒട്ടകപ്പുറത്ത് കയറ്റി അവനും കൂട്ടുകാരും പറന്നു. പാവം നുഷ്അത്തിന് ഇപ്പോൾ കാര്യം മനസ്സിലായി. പക്ഷേ അവളുടെ കണ്ണുനീർ ആ ദുഷ്ടൻ്റെ മനസ്സിളക്കിയില്ല. അവളെ മരുഭൂമിയിലെ ഒരൊഴിഞ്ഞ സ്ഥലത്തിറക്കിയിട്ട് അവൻ ശാസിച്ചു, എടീ പെണ്ണേ, നിന്റെ കരച്ചിൽ നിർത്തുന്നുണ്ടോ അതോ തല്ലുകൊണ്ട് ചാകണോ? നുഷ്അത്ത് ഇത്തരം പുരുഷവാക്കുകൾ ജീവിതത്തിൽ ആദ്യമായാണ് കേൾക്കുന്നത്. ദുഷ്ട, നരകപിശാചേ, നിനക്ക് എന്നോട് ഇങ്ങനെ പെരുമാറാൻ എങ്ങനെ ധൈര്യം വന്നു? നീ എന്നെ എന്ത് ചെയ്യാൻ പോകുന്നു? അയാൾ തൻ്റെ ചാട്ട എടുത്തു. ഇനി കരഞ്ഞാൽ ഈ ചാട്ട നിന്റെ പുറത്ത് വീഴും. നുഷ്അത്ത് പേടിച്ച് ഒതുങ്ങി നിന്നു. അവൾ നെടുവീർപ്പിട്ടുകൊണ്ട് തൻ്റെ ദുഃഖത്തെക്കുറിച്ച് ഇങ്ങനെ പാടി, എൻ്റെ കണ്ണുനീർ അവിടെ എത്തിക്കൂ. അതിൻ്റെ ജന്മഗേഹത്തിൽ അവിടെ ഞാൻ നുകർന്ന വാത്സല്യം. എന്നിട്ടും ഞാൻ അലഞ്ഞു നടന്നു. എനിക്കവിടെ ഹർഷോന്മാദമായിരുന്നു. എൻ്റെ കണ്ണുനീർ അവിടെ എത്തിക്കൂ, എൻ്റെ ജന്മഗേഹത്തിൽ. കള്ളത്തലവന് കവിത ഇഷ്ടമായിരുന്നു.
കരുണാർദ്രമായ ആ വരികൾ കേട്ടപ്പോൾ അയാളുടെ മനസ്സലിഞ്ഞു. അയാൾ നുഷ്അത്തിൻ്റെ കണ്ണുനീർ തുടച്ചു. സഞ്ചിയിൽ നിന്ന് ബാർലി കൊണ്ടുള്ള അപ്പമെടുത്ത് അവൾക്ക് തിന്നുവാൻ കൊടുത്തു. നിന്നെ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് നീ ചോദിച്ചുവല്ലോ. നിന്നെ വെപ്പാട്ടിയാക്കാനോ അടിമയാക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സന്മനസ്സുള്ള ധനികനായ ഒരു വ്യാപാരിക്ക് നിന്നെ വിൽക്കാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്, കള്ളത്തലവൻ പറഞ്ഞു. അയാൾ നുഷ്അത്തിനെയും കൊണ്ട് ഡമാസ്കസിലേക്ക് പുറപ്പെട്ടു. ഡമാസ്കസിൽ ഒരു സത്രത്തിലാണ് അവളെ താമസിപ്പിച്ചത്. നുഷ്അത്തിൻ്റെ മുഖം വിളറി വിളർത്തിരുന്നു. അവൾ സദാ കണ്ണുനീരൊഴുക്കി. കരച്ചിൽ നിർത്തിയില്ലെങ്കിൽ നിന്റെ സൗന്ദര്യം നശിക്കും. പിന്നെ വിരൂപനും വൃദ്ധനുമായ വല്ല ജൂതനും വിൽക്കേണ്ടി വരും, അവൻ ഭീഷണിപ്പെടുത്തി. അവളെ ഒരു മുറിയിലടച്ചിട്ട് അവൻ അടിമച്ചന്തയിലേക്ക് നടന്നു. ഞാൻ ജെറുസലേമിൽ നിന്ന് ഒരു സുന്ദരിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അവളുടെ രോഗബാധിതനായ സഹോദരനെ എൻ്റെ കുടുംബത്തിൻ്റെ പരിചരണത്തിൽ വിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അവളെ വാങ്ങണമെന്ന ആഗ്രഹമുള്ളവർ ജെറുസലേമിൽ അവളുടെ സഹോദരൻ തൻ്റെ സംരക്ഷണത്തിൽ കഴിയുന്നുണ്ടെന്ന് പറഞ്ഞ് ധരിപ്പിക്കണം. അങ്ങനെ അവളെ സമാധാനിപ്പിക്കാൻ കഴിഞ്ഞാൽ ഞാൻ അവളെ ആവശ്യക്കാരനു നൽകാം. കള്ളപ്രമാണി ചന്തയിൽ ചെന്ന് അങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഒരു കച്ചവടക്കാരൻ ചോദിച്ചു, എന്ത് പ്രായമുണ്ടവൾക്ക്? വിവാഹപ്രായം എത്തിയ കന്യകയാണ്. നല്ല ബുദ്ധിവൈഭവം, സൗന്ദര്യം, പെരുമാറ്റം. സഹോദരൻ രോഗബാധിതനായതിനു ശേഷം അവൾ അല്പം മെലിഞ്ഞിട്ടുണ്ട്. അതൊക്കെ വേഗം ശരിയാവുമല്ലോ. ശരി, ഞാൻ അവളെ ഒന്ന് കാണട്ടെ. നന്നെങ്കിൽ നിങ്ങൾ പറയുന്ന വില തരാം. ഉമറൽ നുഅ്മാനില്ലേ, ബാഗ്ദാദിലെ ചക്രവർത്തി, അദ്ദേഹം കന്യകകളായ അടിമപ്പെണ്ണുങ്ങളിൽ തൽപരനാണെന്നുള്ളത് പ്രസിദ്ധമാണല്ലോ. ഉമറിൻ്റെ പുത്രനാണ് ഷേർഖാൻ, ഈ നഗരത്തിലെ ഗവർണർ. ഇവളെ ഷേർഖാന് കാണിച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കത്തുമായി ഞാൻ നുഅ്മാനെ സമീപിക്കും. 2 പേരും കൂടി സത്രത്തിലേക്ക് പോയി. മുറിയുടെ വാതിൽക്കൽ എത്തിയ ഉടനെ കള്ളപ്രമാണി നാജിയ നാജിയ എന്ന് വിളിച്ചു. നുഷ്അത്തിന് അവനിട്ട പേരാണത്. നുഷ്അത്ത് പുറത്തേക്ക് വന്നില്ല. കള്ളൻ വ്യാപാരിയുടെ മുറിക്കകത്ത് കയറി അവളെ കണ്ടുകൊള്ളാൻ പറഞ്ഞു. വ്യാപാരി നുഷ്അത്തിനെ സമീപിച്ചു. നിനക്ക് സുഖമുണ്ടാവട്ടെ, അയാൾ ആശംസിച്ചു. മധുരം കിനിയുന്ന സ്വരത്തിൽ അവൾ തിരിച്ചും ആശംസിച്ചു. വ്യാപാരിക്ക് അവളുടെ മധുരമൊഴി രസിച്ചു. അയാൾ അടുത്ത് ചെന്ന് സൂക്ഷിച്ചു നോക്കി. തട്ടത്തിൻ്റെ ഇടയിലൂടെ നുഷ്അത്ത് ആ വ്യാപാരി ഒരു മാന്യവൃദ്ധനാണെന്ന് മനസ്സിലാക്കി. ഈ നല്ല മനുഷ്യൻ്റെ അടിമയാകുന്നതാണ് ആ തെമ്മാടിയുടെ കൂടെ കഴിയുന്നതിലും ഭേദമെന്ന് അവൾക്ക് തോന്നി. വളരെ വിനയപൂർവമാണ് അവൾ ആ വൃദ്ധനോട് പെരുമാറിയതും സംസാരിച്ചതും. തട്ടമിട്ട് മറച്ചിരുന്നത് കൊണ്ട് അവളുടെ മുഖം കണ്ടില്ലെങ്കിലും സംഭാഷണ ചാതുരി കൊണ്ട് തന്നെ അവൾ അതിസുന്ദരിയായിരിക്കുമെന്ന് വ്യാപാരി ഊഹിച്ചു. സുന്ദരിയായ ഈ അടിമ പെൺകുടിയുടെ വിലയെന്ത്? അയാൾ കള്ളനോട് ചോദിച്ചു. സുന്ദരി, ആരാധനീയ, കള്ളൻ പുച്ഛിച്ചു. വൃത്തികെട്ട പെണ്ണാണിവൾ. നിങ്ങളുടെ ഇത്തരം വാക്കുകൾ കേട്ടാൽ പിന്നെ അവൾ നിങ്ങളെ വകവയ്ക്കുമോ? പൊയ്ക്കോളൂ പൊയ്ക്കോളൂ, ഞാൻ അവളെ വിൽക്കുന്നേയില്ല. കള്ളൻ്റെ മറുപടി കേട്ടപ്പോൾ തന്നെ അവനൊരു പരമവിഡ്ഢിയാണെന്ന് വ്യാപാരിക്ക് മനസ്സിലായി. ആട്ടെ, അവൾ വിരൂപിണി തന്നെ. എന്നാലും ഞാൻ അവളെ വാങ്ങിക്കാം. എന്ത് തരണം? കള്ളൻ വില പറയാതിരുന്നപ്പോൾ വ്യാപാരി 200 നാണയം വില പറഞ്ഞു. എന്ത്, 200 നാണയമോ? അവളുടെ മുഖത്തെ ആ തട്ടം പോലും 200 നാണയത്തിന് തരില്ല. ഞാൻ അവളെ വിൽക്കുന്നില്ല, ഭൂമിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ഒട്ടകങ്ങളെ നോക്കിയും ധാന്യം പൊടിച്ചും കഴിയട്ടെ. ഇയാളൊരു ഭ്രാന്തനായിരിക്കും, വ്യാപാരി കരുതി. കള്ളൻ്റെ വസ്ത്രാഞ്ചലത്തിൽ പിടിച്ചു വലിച്ചുകൊണ്ട് വ്യാപാരി പറഞ്ഞു. ക്ഷമിക്കൂ, നിങ്ങൾക്ക് കച്ചവടം പരിചയമില്ലെന്ന് തോന്നുന്നു. ക്ഷമ തീരെയില്ല. വിലയെപ്പറ്റി നമുക്ക് തർക്കിക്കണ്ട. ഞാൻ അവളുടെ മുഖമൊന്ന് കാണട്ടെ. ഓ, ഇഷ്ടം പോലെ, കള്ളൻ പറഞ്ഞു. വ്യാപാരി നുഷ്അത്തിൻ്റെ അടുത്ത് ചെന്നിരുന്നു. എന്താണ് നിന്റെ പേര്? ഇപ്പോഴത്തെ പേരോ പണ്ടത്തെ പേരോ? ഒരിക്കൽ ഞാൻ യുഗത്തിൻ്റെ പ്രകാശമായിരുന്നു, ഇപ്പോൾ യുഗത്തിൻ്റെ അന്ധകാരവും. അവളുടെ വാക്കുകൾ വ്യാപാരിയുടെ ഹൃദയത്തെ അഗാധമായി സ്പർശിച്ചു. സംഭാഷണം നീണ്ടുപോകുന്നത് കണ്ടപ്പോൾ
പ്രമാണി ചാട്ടയുമായി ഓടിയെത്തി. മതി മതി വർത്തമാനം, തട്ടം മാറ്റി ആ മുഖം കാണിച്ചു കൊടുക്ക്, നുഷ്അത്ത് ദീനസ്വരത്തിൽ അപേക്ഷിച്ചു. ദൈവത്തെ വിചാരിച്ച് അങ്ങ് എന്നെ ഈ നീചനിൽ നിന്നും രക്ഷിക്കൂ, ഇല്ലെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മഹത്യ ചെയ്യും. വ്യാപാരി അവൾക്ക് 50,000 നാണയം വില പറഞ്ഞു. കള്ളൻ അനങ്ങിയില്ല. 70,000 നാണയം വ്യാപാരി വീണ്ടും പറഞ്ഞു. അവൾക്ക് അപ്പം വാങ്ങുവാൻ തന്നെ ഞാൻ 90,000 മേൽ ചെലവാക്കി. നിന്റെ കുടുംബവും വർഗക്കാരും കൂടി ഇതുവരെ 100 നാണയത്തിൻ്റെ ബാർലി തിന്നിട്ടുണ്ടാവില്ല. എന്തെങ്കിലും ആകട്ടെ, 100,000 നാണയം തരാം. അവസാന വാക്ക് സ്വീകാര്യമാണോ? സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഷേർഖാനോട് ചെന്ന് പറയും നീ ഈ അടിമയെ കഷ്ടപ്പെടുത്തുന്ന കാര്യം. അത് കേട്ടപ്പോൾ കള്ളന് പേടിയായി. ശരി, 100,000 നാണയത്തിന് ഞാൻ ഇവിടെ നൽകുന്നു. എനിക്ക് കുറച്ച് ഉപ്പ് വാങ്ങാനുണ്ട്. വ്യാപാരി ചിരിച്ചുപോയി. 100,000 നാണയവും കൊടുത്ത് ആ ദുരാഗ്രഹിയെ വിട്ടു. 100,000 നാണയം സഹോദരിക്ക്, സഹോദരന് അതിലും കൂടുതൽ ലഭിക്കും എന്ന ആലോചനയോടെ കള്ളൻ നുഷ്അത്തിൻ്റെ സഹോദരനെ അന്വേഷിച്ച് ജെറുസലേമിലേക്ക് പുറപ്പെട്ടു. ദുഅൽ മക്കാൻ അപ്പോഴേക്കും സ്ഥലം വിട്ടിരുന്നു. അടുത്ത ഭാഗം നാളെ.